മാഷിന്റെ വാക്കുകളാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഈശ്വര പ്രാർത്ഥന. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും എന്റെ ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. പുസ്തകങ്ങൾ സർവ്വരാകപ്പെട്ട ആത്മാക്കളാണ്. അലമാരയിൽ നിന്നെടുത്ത് വായിക്കുമ്പോഴാണ് അവയ്ക്ക് മോചനം ശ്രദ്ധിക്കുന്നത്. സാമൂഹിക ബന്ധം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19. എല്ലാവർക്കും എന്റെ വായനാശംസകൾ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിന്റെയും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെയും പൊന്നാമമായ TN പണിക്കരുടെ ചരമദിനമാണ് വായനദിനമായി ആചരിക്കുന്നത്. ഈ വർഷം 2024-25 ജൂൺ 19 മുതൽ ജൂലൈ 18 വരെ TN പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്ര ദേശീയ വായനാ ദിന മാസാചരണം സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെയും വരവോടുകൂടി അന്യം നിന്നുപോയ ഒന്നാണ് വായനാശീലം. എന്നാൽ വായനയുടെ പ്രാധാന്യം വ്യക്തമാക്കുവാനാണ് നാം ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. മലയാള വാർത്തയിലേക്ക് സ്വാഗതം. +1 പ്രവേശനം മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് 21 പ്രവേശനം നേടാം. തിരുവനന്തപുരം +1 പ്രവേശനം മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. 21 വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് നാളെ വൈകിട്ട് 4 വരെയാണ് പ്രവേശന സമയം. അദ്ദേഹത്തിന്റെ നാടുകളിലെല്ലാം നടന്ന് പുസ്തകങ്ങൾ ശേഖരിച്ച് സനാതന ധർമ്മം എന്ന് പറഞ്ഞ ഗ്രന്ഥശാല ആദ്യം രൂപീകരിച്ചു. ആ ഒരു രൂപീകരണത്തോടുകൂടി പിന്നീട് ഇങ്ങോട്ട് കുറെ അധികം ഗ്രന്ഥശാലകൾ ആ മാതൃകയിൽ തുറന്നു വരികയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ TN പണിക്കരുടെ ചരമദിനം വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. വായിക്കുവാനെനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. വായിക്കുവാനെനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാനെനിക്കേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാനെനിക്കേറെ ഇഷ്ടം. കളിക്കാൻ, പഠിക്കാൻ, രസിക്കുവാൻ, പൊട്ടിച്ചിരിക്കാൻ, വിതുമ്പിക്കരയുവാൻ. കളിക്കാൻ, പഠിക്കാൻ, രസിക്കുവാൻ, ഒരു മനുഷ്യൻ മാത്രമുള്ള ഒരു ദ്വീപ് കപ്പലപകടത്തിൽപ്പെട്ട് ദ്വീപിലകപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയാണ് റോബിൻസൺ ക്രൂസോ. രസിക്കുവാൻ, പൊട്ടിച്ചിരിക്കാൻ, വിതുമ്പിക്കരയുവാൻ.
വെളിച്ചം നിറയ്ക്കുവാൻ കൂടുവൻ പുസ്തകക്കൂട്ടരേറെ ഇഷ്ടം. ഉള്ളിൽ വെളിച്ചം നിറയ്ക്കുവാൻ കൂടുവൻ പുസ്തകക്കൂട്ടരേറെ ഇഷ്ടം. വായിക്കുവാൻ എനിക്കേറെ ഇഷ്ടം, നല്ല വായനക്കാരെയാണേറെ ഇഷ്ടം. പുസ്തകത്താളുകൾക്കുള്ളിൽ തുളുമ്പുന്ന തേൻ കുടിക്കാൻ എനിക്കേറെ ഇഷ്ടം. വായനക്കാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ ജന്മം സമർപ്പിച്ചൊരക്ഷര സ്നേഹിയം PN പണിക്കരോടേറെ ഇഷ്ടം. വായനക്കാലം വളർത്തുവാൻ നാടാകെ വായനശാല പടുത്തുയർത്താൻ